ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. സോ കുറെ നാൾക്ക് ശേഷം നമ്മളൊരു മൂവി റിവ്യൂ ചെയ്യാൻ പോവാണ്. ആൻഡ് മൂവി മറ്റൊന്നുമല്ല, പടക്കളം എന്ന മൂവിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ ഈ പടം വന്നിട്ട് ഡയറക്ട് ചെയ്തിരിക്കുന്നത് മനു സ്വരാജ് ആണ്. എഴുതിയിരിക്കുന്നതും മനു സ്വരാജും, അതുപോലെ തന്നെ നിതിൻ സി ബാബു. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വിജയ് ബാബു ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനറിൽ, എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇതില് മെയിൻ ലീഡ് റോളിൽ വരുന്നത് സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ, സന്ദീപ് പ്രദീപ് പിന്നെ ഇപ്പം ചെറിയൊരു നാഷണൽ ക്രഷായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. സിനിമാറ്റോഗ്രഫി വന്നിട്ട് അനു മൂത്തേടത്ത്, എഡിറ്റഡ് ബൈ നിതിൻ രാജ് അരോൾ, മ്യൂസിക് ബൈ രാജേഷ് മുരുകേശൻ. അങ്ങനെ ഇതിപ്പം റിലീസ് ആയത് മെയിലായിരുന്നെങ്കിലും ഇപ്പോൾ OTT ഇറങ്ങിയപ്പോഴാണ് ഞാൻ അടക്കം കുറച്ച് പേര് കണ്ടിട്ടുള്ളതെന്ന് വിചാരിക്കുന്നു. സോ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഇപ്പൊ ഇത് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു തിയേറ്ററിൽ അത്യാവശ്യം നല്ലതായിട്ട് റൺ ചെയ്തിട്ട് വീണ്ടും സക്സസ്ഫുള്ളി OTT-യിൽ എന്താ പറയുന്നത് എല്ലാവരും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടമാണ് പടക്കളം. സോ അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് സംസാരിക്കാന്ന് വിചാരിച്ചു. ആൻഡ് കുറെ നാൾക്ക് ശേഷം ചെയ്യുമ്പോൾ നല്ലൊരു പടത്തിനെ പറ്റി സംസാരിച്ച് തുടങ്ങണം എന്ന് ഉണ്ടല്ലോ, അങ്ങനെയാണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് വൈ നോട്ട് ദിസ് മൂവി. സോ പടക്കളം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഫാന്റസി അഡ്വഞ്ചർ കുറവാണ്. ഓക്കെ, ഫാന്റസി എന്റർടൈനറിന് പക്കയായിട്ട് നമുക്ക് വിളിക്കാൻ പറ്റും ഈ ഒരു പടം. എനിക്ക് തോന്നുന്നു എന്താ പറയുന്നത്, മലയാള സിനിമയിൽ ഞാൻ ഇത്ര ഒരു കോമഡി പ്ലസ് കുറച്ച് എന്നാ പറയുന്നത് ഫാന്റസി വരുന്ന ടൈപ്പ് അധികം നല്ല മൂവീസ് കണ്ടിട്ടില്ല. സോ ഇതൊരു നല്ലൊരു മൂവി ആണെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു മൂവിയാണെന്ന് തോന്നി. ഇതിൽ മെയിൻ ആയിട്ട് എനിക്ക് എന്റെ പോസിറ്റീവ് പറയാനുള്ളത് ഇതിന്റെ കാസ്റ്റിംഗ് തന്നെയാണ്. ഷറഫ് ആണെങ്കിലും സുരാജേട്ടനാണെങ്കിലും സന്ദീപ് ആണെങ്കിലും എല്ലാരും ഒന്നിനടക്കം പൊളിച്ചിട്ടുണ്ട്. ഇനി ഇവരൊരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ട്, അതിൽ കൂടുതലും നമ്മുടെ ഇൻസ്റ്റഗ്രാം ആൻഡ് യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് അതിൽ അഭിനയിച്ച. സാഫ് ബോയ് ആണെങ്കിലും അരുൺ പ്രദീപിന്റെ ഒക്കെ കോണ്ടന്റ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എവരിവൺ നോസ് ഹൗ what a fantastic content creator he is. അതുപോലെ തന്നെ പാട്ടിന്റെ കാര്യത്തിലാണെങ്കിലും പുള്ളി അടിപൊളിയാണ്. സോ അങ്ങനെ ഫുള്ളി എന്താ പറയുന്നത് ന്യൂ ഫേസസും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും എല്ലാവരും ഒരുമിച്ച് ബ്ലെൻഡ് ആയി വന്നിട്ട് എല്ലാവർക്കും ഒടുക്കത്തെ സ്ക്രീൻ പ്രസൻസും ആണ്. ആൻഡ് നമുക്ക് എന്താ പറയാ കറക്റ്റ് ആ ഒരു പെർഫോമൻസ് അവർ ഡെലിവർ ചെയ്തിരിക്കുന്നത് നമ്മളിലേക്ക് എത്തുകയും ചെയ്യുന്ന പോലത്തെ ഒരു എഫക്റ്റ് ആണ് എനിക്ക് ഉണ്ടായത് പടം കണ്ടപ്പോൾ. ഇതിന്റെ സെക്കൻഡ് പോസിറ്റീവ് ആയിട്ട് തോന്നിയത് മ്യൂസിക് തന്നെയാണ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും ഉപയോഗിച്ചിരിക്കുന്ന പാട്ടുകളൊക്കെ തന്നെ നമുക്ക് ആ ഒരു മൂവിന്റെ തീമായിട്ട് ചേർന്ന് പോകുന്ന പോലെ തോന്നി. ആൻഡ് പിന്നീട് പറയാനുള്ള പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ ഡയറക്ടറാണ് മനു സ്വരാജ്. have done a beautiful job, I guess, because ഇങ്ങനൊരു ജോണർ അധികം നമ്മളെ എക്സ്പ്ലോർ ചെയ്യപ്പെടാത്തത് കൊണ്ട് തന്നെ കൈവച്ച് കുളമാക്കാനും എളുപ്പമാണ്. ബട്ട് പുള്ളി അത് നന്നായി എക്സിക്യൂട്ട് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതിനകത്ത് എടുത്ത് ഒരു ഡയറക്ടർ വില്ലൻസ് പറയാനാണെങ്കിലും മോസ്റ്റ്ലി ഇപ്പൊ എല്ലാവരും ഈ പടം കണ്ടതുകൊണ്ട് തന്നെ നിങ്ങൾ മിക്കവാറും മീമിലൂടെ ഒക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ എനിക്ക് പടം കണ്ടപ്പോൾ ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ പറയാമെന്ന് വിചാരിച്ചു. അതായത് ഇതിനകത്ത് ചെറിയൊരു ഡിസ്ക്ലെയ്മർ, ചെറിയൊരു സ്പോയിലർ അലർട്ട് ഉണ്ട്. എല്ലാരും ഇത്രയും ഒക്കെ ആയ സ്ഥിതിക്ക് ഇനിയിപ്പോ പറയാലോ അല്ലെ, പടം എനിക്ക് എല്ലാരും കണ്ടിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. സോ ഇതിൽ ചെറിയ ബോഡി സ്വാപ്പും പരിപാടികളൊക്കെ ഉണ്ട് ഈ മൂവിയിൽ. അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഓരോരുത്തർക്കും ഒരു ലൂഡോ തീമില് ഓരോരുത്തർക്കും പടം തുടങ്ങുമ്പോൾ ഒരു കളറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സന്ദീപ് ഇതിൽ തുടക്കത്തിൽ റെഡ് ബേസ്ഡ് ആയിട്ടുള്ള റെഡിന്റെ പല പല ഷെയ്ഡ്സിലുള്ള ഡ്രസ്സ് ആയിരിക്കും ധരിക്കുക. അതുപോലെ തന്നെ ഷറഫ് വന്നിട്ട് ഗ്രീനും, അതുപോലെ തന്നെ സുരാജേട്ടൻ വന്നിട്ട് ബ്ലൂ ആയിരിക്കും. അതേപോലെ ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ബോഡി സ്വാപ്പ് ആയി കഴിയുമ്പോഴത്തേക്ക് ഓരോരുത്തരുടെ സോള് ആരുടെ ബോഡിയിലാണ് സ്വിച്ച് ആയിരിക്കുന്നതെന്ന് കുറച്ചും കൂടി നമുക്ക് എന്താ പറയുന്നത് കാണിച്ചു തരാൻ വേണ്ടി ഈ കളർ യൂസ് ചെയ്തിരിക്കുന്ന സ്വാപ്പ് ആയിട്ടുണ്ട്. അതായത് ഷറഫിന്റെ സോള് വന്നിട്ട് സന്ദീപിന്റെ ബോഡിയിലാണല്ലോ സെക്കൻഡ് ഹാഫിൽ വരിക. അപ്പൊ അത് കാണിക്കാൻ വേണ്ടി ഷറഫ് യൂസ് ചെയ്യുന്ന അതേ ഗ്രീൻ കളറിലെ തീമിലുള്ള ഡ്രസ്സുകളാണ് ഫുള്ള് പിന്നെ സെക്കൻഡ് ഹാഫിൽ സന്ദീപ് വന്നിട്ട് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ വൈസ് വേഴ്സ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് അടിപൊളി ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആയിട്ട് എനിക്ക് തോന്നിയെങ്കിലും ഈ ആക്ടേഴ്സിന്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയുവാണെങ്കിൽ അവർ ആ ബോഡി സ്വാപ്പ് ആയതിനു ശേഷം നല്ല രീതിക്ക് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പം സുരാജേട്ടനെ പറ്റിയൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഒരു എന്താ പറയുന്നത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആക്ടറാണ്. ഷറഫ് ആണെങ്കിലും സന്ദീപ് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ആരുടെ സോളിലാണോ തമ്മിൽ സ്വാപ്പ് വന്നേക്കുന്നത് അവരുടെ മാനറിസം നല്ല കിടുക്കാഴ്ചയായിട്ട് കാണിച്ചിട്ടുണ്ട്. സന്ദീപ് വന്നിട്ട് ഷറഫിന്റെ ആ ഒരു മാനറിസം ആണെങ്കിലും സുരാജേട്ടന്റെ മാനറിസം ഷറഫ് ഒരു രക്ഷയില്ല, നമുക്ക് അതേപോലെ തോന്നും. സോ ഇറ്റ് വാസ് ക്വൈറ്റ് എന്താ പറയുന്നത് സെക്കൻഡ് ഹാഫ് നമ്മൾ ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്യാൻ അത് തന്നെ
വലിയൊരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ മൊത്തത്തിൽ പടം ഭയങ്കര എൻജോയ് ചെയ്ത് ആണ് കണ്ടത്. ആകെപ്പാടെ പിന്നെ പിന്നെ ഇതിന്റെ വേറൊരു ചിലർക്ക് ഇത് നെഗറ്റീവായിട്ട് തോന്നിക്കാം, പക്ഷെ എനിക്കിതൊരു പോസിറ്റീവായിട്ടാണ് തോന്നിയത്. ക്ലൈമാക്സ് വന്നിട്ട് നിർത്തുമ്പോൾ ഈ മൂവിയിലെ ഈ ഒരു ഫാന്റസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബോർഡിന്റെ ഒറിജിൻ ഒക്കെ തുടക്കത്തിൽ പറയെങ്കിലും അത് എങ്ങനെ ഷറഫിന്റെ കയ്യിൽ എത്തിപ്പെട്ടു, ഐ മീൻ ഇത് ആ ഒരു അറിവ് എവിടുന്ന് കിട്ടി, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഡീപ്പായിട്ട് കാണിക്കാതെ മിസ്റ്ററി ബാക്കി വെച്ച് നമ്മൾ കാണുന്നവർക്ക് നമ്മുടേതായ രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു ഓപ്പൺ സ്പേസ് തന്നു വെച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് വർക്കായി എനിക്ക്. സോ ഇറ്റ് വാസ് നൈസ് ഓവറോൾ. സോ ഈ പടം എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും എല്ലാവരും ഒരു വട്ടം കണ്ടാൽ എന്താ പറയാ, ഒരു സ്ട്രെസ് ബസ്റ്റർ പോലെ നിങ്ങൾക്ക് കുറച്ച് ചിരിക്കാം, ഒരു ഫണ്ണായിട്ടൊരു കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി. സോ ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ഇനിയും കണ്ടിട്ടില്ലാത്തവര് എത്രയും വേഗം ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് എന്റെ വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദി. കുറെ നാൾക്ക് ശേഷം വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു പരിങ്ങലൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു ഇനി വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാം. ഇതുപോലെ നല്ല മൂവീസ് വരുമ്പോൾ മാക്സിമം കണ്ടിട്ട് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാൻ ഞാൻ ശ്രമിക്കാം. ഇത് തന്നെയാണ് ഞാൻ എല്ലാ വട്ടവും പറയാം. ബട്ട് നമുക്ക് എന്താ പറയാ, നമ്മൾ ഓരോ വട്ടവും അങ്ങനെ തന്നെ പറയണം, എന്നാലല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. ആൻഡ് ചാനൽ ഇതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് അമർത്തിയേക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. സോ ഞാൻ വീഡിയോസ് ലോങ് വീഡിയോസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഷോർട്സിൽ ഞാൻ അത്യാവശ്യം നല്ല ആക്റ്റീവ് തന്നെയായിരുന്നു. സോ നിങ്ങൾക്ക് കുറച്ച് ഫുഡ് വ്ലോഗ് ടൈപ്പ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഡു ചെക്ക് മൈ ഷോർട്സ് പേജ് ആസ് വെൽ. So that's all. Thank you for watching. Until we meet in the next video, it's a bye from me, Alfie. Take care and bye-bye.